സാമ്പത്തികമായി മുന്നോട്ടു പോകാൻ കേരളത്തെ അനുവദിക്കാത്ത നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി മധ്യമേഖല വികസന മുന്നേറ്റ ജാഥയ്ക്ക് കോതമംഗലത്ത് നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവിധ മേഖലകളിലുള്ള 20 പേരെയും ചടങ്ങിൽ ആദരിച്ചു. സാമ്പത്തികമായി മുന്നോട്ടു പോകാൻ കേരളത്തെ കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നില്ലെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി അർഹതപ്പെട്ട പണം നൽകാതെ കേന്ദ്രം കേരളത്തെ ശ്വാസം മുട്ടിക്കുകയാണെന്നും രാഷ്ട്രീയ നേട്ടമുണ്ടെങ്കിൽ മാത്രമേ ഫണ്ട് അനുവദിക്കൂ എന്ന നിലപാടാണ് കേന്ദ്രത്തിനുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി. മധ്യമേഖല വികസന മുന്നേറ്റ ജാഥയ്ക്ക് കോതമംഗലത്ത് നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 16-ാം തീയതിയോടുകൂടി ഈ യാത്രകൾ മുഴുവൻ പൂർത്തിയാകുമ്പോൾ 140 നിയമസഭാ മണ്ഡലങ്ങളിലും ഈ വികസന മുന്നേറ്റ യാത്ര നമുക്ക് കടന്നു പോകും. വികസനം നടത്തിക്കാൻ ഇതെല്ലാം പ്രയോജനകരമാണ്. പുതിയ ബസ് വരുന്നു, അത് വരുന്നു, ഇതെല്ലാം KSRTC വരുന്നു. അവിടെ ക്യാൻസർ പേഷ്യന്റ് സൗജന്യമായിട്ട് അവിടെ യാത്ര ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നു. ഇതെല്ലാം ഉണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് എന്ത് സാധാരണ രീതിയിൽ ഒരു കുടുംബം ആഗ്രഹിക്കുന്നത്, എൻ്റെ കുടുംബത്തിന് എനിക്ക് വ്യക്തിപരമായി എൻ്റെ വീട്ടുമുറ്റത്തേക്ക് ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് എനിക്ക് എന്തു പ്രയോജനം കിട്ടി എന്ന് പലപ്പോഴും ആളുകൾ ചിന്തിക്കാറുണ്ട്. പലപ്പോഴും പ്രത്യേകിച്ച് അമ്മമാരാണ് അത് എടുത്തു പറയാറുള്ളത്. ആ രീതി ഞങ്ങളൊക്കെ ഈ സംസ്ഥാനത്ത് പല സ്ഥലങ്ങളിൽ കൂടെ പോകുമ്പോഴും ഇതിനെപ്പറ്റിയും അന്വേഷിക്കും. ഏറ്റവും പ്രയോജനകരമായ 100ക്ക് 100 അമ്മമാരോട് ചോദിക്കുമ്പോൾ അത് വളരെ സ്വകാര്യമായിട്ടാണ് പറയുന്നത്. ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഞങ്ങൾ മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നതും മറ്റൊന്നുമല്ല, ഈ ക്ഷേമ പെൻഷൻ തന്നെയാണ് എന്ന് സൂചിപ്പിക്കും. സംഘടനാ സമിതി ചെയർമാൻ PT ബെന്നി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. വിവിധ മേഖലകളിലുള്ള 20 പേരെ ചടങ്ങിൽ ആദരിച്ചു. ജാഥ മാനേജർ PK ബിജു, ജാഥാംഗങ്ങളായ KK ശൈലജ, PP സുനീർ, സുഭാഷ് പുഞ്ചക്കോട്ടിൽ, സാബു ജോർജ്, ഡോക്ടർ വർഗീസ് ജോർജ്, മാത്യൂസ് കോലഞ്ചേരി, KG പ്രേംജിത്ത്, ഫ്രാൻസിസ് തോമസ്, MA ലത്തീഫ്, ബിനോയ് ജോസഫ്, LDF നേതാക്കളായ KA ജോയ്, മനോജ് ഗോപി, ഷാജി P ചക്കര, ബേബി പൗലോസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പദ്ധതികളുടെ പോളിസികൾ അതനുസരിച്ച് MLAമാർ പ്രവർത്തിക്കുകയാണ്. ഇത് മാത്രമല്ല, ഞാനിവിടെ നേരത്തെ ഒരു ഫാമിലി ഹെൽത്ത് സെന്റർ ഉദ്ഘാടനം ചെയ്യാൻ വന്നിട്ടുണ്ട്. കുടുംബാരോഗ്യ കേന്ദ്രം കോതമംഗലത്തിന് തൊട്ടടുത്ത് കോട്ടപ്പടി. അതിന് മുമ്പുള്ള ആശുപത്രി അല്ല അത്. ഇനിയും അത് കുറേ വികസിക്കാനുണ്ട്. ഇടതുപക്ഷം തുടർച്ചയായി ഭരിക്കുമ്പോൾ ഇനിയും വലിയ തോതിലുള്ള മാറ്റം ഉണ്ടാകും. MLA ആന്റണി ജോൺ, CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം R അനിൽകുമാർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,